ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ്. നല്ല ക്രീമി ആയിട്ടുള്ള ക്യാരറ്റും ആപ്പിളും വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. ഈ ചൂട് സമയത്ത് ഇഫ്താറിന് നമ്മൾ ഇതൊരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ നമ്മളെ വിശപ്പും ദാഹമൊക്കെ മാറിയിട്ട് നമ്മൾ നല്ല എനർജി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാനൊരു പോട്ട് വെച്ചിട്ട് അതിലേക്ക് 1.5 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗീ ചൂടായതിന് ശേഷം 1 കപ്പും 2 ടേബിൾ സ്പൂണും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് വഴറ്റുമ്പോൾ തന്നെ ക്യാരറ്റ് വഴഞ്ഞിട്ട് നല്ല സ്മെല്ലൊക്കെ വരും. ആ ടൈമിൽ ഞാൻ 1 ടീസ്പൂൺ ക്യാരറ്റ് കോരി മാറ്റുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതിലേക്ക് ഞാൻ 2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു പാക്കറ്റ് പാൽ 500 ml ഒരു പാക്കറ്റ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽ തിളക്കുന്ന സമയം കൊണ്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കട്ടകളില്ലാണ്ട് കലക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് തിളച്ച് വന്ന പാലിലേക്ക് മീഡിയം ലോ ഫ്ലെയിമിൽ സ്റ്റവ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ കസ്റ്റാർഡ് ഒഴിച്ച് കൊടുക്കുക. കസ്റ്റാർഡ് ഒഴിച്ച് കൊടുത്താൽ ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. മീഡിയം ലോ ഫ്ലെയിമിൽ സ്റ്റവ് വെച്ച് കൊടുക്കുക. അടികാട്ടിയുള്ള പാത്രത്തിൽ മാത്രം ഇതുപോലെയുള്ള ഡ്രിങ്കൊക്കെ ഉണ്ടാക്കാൻ നോക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് മധുരത്തിന് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് പാൽപ്പൊടിയാണ്. ഒരു 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഡ്രിങ്കിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിലൊന്നും വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. പാൽപ്പൊടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും, ഇല്ലാങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ പാൽപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കട്ടകളൊക്കെ കളഞ്ഞ് ഒന്ന് തിളപ്പിച്ച് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണിയാനായിട്ട് മാറ്റി വെക്കാം. തണിയാനായിട്ട് മാറ്റി വെക്കുമ്പോൾ ഇടക്കിടക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ കസ്റ്റാർഡിൻ്റെ ഇതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ പാട വരും. ആ പാട വരാതെ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കുക. ഇനി അടുത്തതായി 2 ടേബിൾ സ്പൂൺ കസ്കസും ഇതുപോലെ ഒരു അരിപ്പക്കകത്തിട്ട് കൈ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു പിഞ്ച് ഉപ്പിട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് അതവിടെ കുതിരാനായിട്ട് മാറ്റി വെക്കുക. ഇപ്പോൾ കസ്കസിൻ്റെ അകത്ത് പഞ്ചസാര ഉപ്പ് ഇടുമ്പോൾ കസ്കസ് ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. ഒരു പിഞ്ച് ഉപ്പ് ഇടാവും. ഇപ്പോൾ നമ്മൾ ഡ്രിങ്കൊക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതുപോലുള്ള ജാറിലേക്ക് അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഞാൻ ഇതിലേക്ക് ഒരു ആപ്പിൾ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആപ്പിൾ തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് ആയാലും ചേർത്ത് കൊടുക്കുക. അനാറായാലും ആപ്പിളായാലും പായാലും ഒന്നും കുഴപ്പമില്ല. എല്ലാം ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ കുതിരാൻ വെച്ച കസ്കസും കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. നമുക്ക് ഇഫ്താറിനൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വിചാരിച്ചാൽ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കുക. തണിയാൻ ടൈം എടുക്കുമല്ലോ, അപ്പോൾ തണുക്കുന്നതോറും ടേസ്റ്റ് കൂടും. അപ്പോൾ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കുക. ഇനിയിപ്പം ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബദാം കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടൊക്കെ ബദാമാണോ നിങ്ങളുടെ കയ്യിൽ ഏത് നട്സാണെങ്കിലും ഇട്ട് കൊടുക്കുക. ഇനി ഒന്നുമില്ലെങ്കിൽ നമ്മൾ നേരത്തെ 1 ടീസ്പൂൺ ക്യാരറ്റ് മാറ്റി വെച്ചിട്ടില്ല, അത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അതിന് ബദാമിന് പകരം നിങ്ങൾ ഏത് ഫ്രൂട്ട്സാണോ ചേർക്കുന്നത് അത് ക്യാരറ്റിൻ്റെ കൂടെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. നട്സ് തന്നെ വേണമെന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കലെങ്കിലും ഈ ഡ്രിങ്ക് എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നാടെ വേണ്ടപ്പോഴാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ. ബൈ ബൈ.